നമസ്കാരം. നത്തിങ് കംസ് ഫ്രീ ഇൻ ലൈഫ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ലോഭമില്ലാതെ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അത് ഉപദേശങ്ങളാണ്, മോട്ടിവേഷണൽ അഡ്വൈസുകൾ. ചെറുപ്പത്തിലാണ് കൂടുതൽ. പ്രായമായി ഓഫീസിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഓഫീസിൽ പൈസ കൊടുത്ത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജീവിതത്തിൽ എങ്ങനെ നന്നാവണം, വിജയിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ യാതൊരു മോട്ടിവേഷണൽ അഡ്വൈസുകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് വലിയ ഒരു മാതൃകയായി തീരുന്ന ഒരാളെക്കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ കഥ നടക്കുന്നത് ഉടുപ്പിക്കടുത്ത് കല്യാൺപുര എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ്. 1925 ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു യുവാവ് അപ്പോൾ മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി വീട്ടിലെത്തിയിരിക്കുകയാണ്. അടുത്ത് തന്നെ കല്യാണവും കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ. നമുക്ക് സൗകര്യത്തിന് വേണ്ടി അയാളെ മാധവൻ എന്ന് വിളിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ മാധവൻ വലിയ ഉത്സാഹത്തിലാണ്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നിലയിൽ MBBS പാസ്സായി വന്നിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ പഠിപ്പിച്ചത്. അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കടം വാങ്ങി, അച്ഛൻ നേരത്തെ ഭരിച്ചു പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ കടം വാങ്ങിയിട്ടാണ് മോനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മോന് വലിയ നിലയിലെത്തണം, വീട്ടുകാരെയും ഭാര്യയൊക്കെ നല്ല നിലയിലാക്കണം, വലിയ ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടി മാധവൻ വന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ മാധവന് ഹോങ്കോങ്ങിൽ ഒരു സർജനായിട്ട് ജോലി കിട്ടി. വളരെ സന്തോഷമായി. മാധവൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങി വിറ്റ് ജർമ്മനിയിലേക്ക് പൈസ അയച്ചു കൊടുത്ത് നല്ല നല്ല സർജിക്കൽ ഉപകരണങ്ങളൊക്കെ അദ്ദേഹം വാങ്ങി കയ്യിൽ വെച്ചു. ഇതിനൊരു ചെറിയ പ്രശ്നമുള്ളത് അമ്മയെ കരുതിയിട്ടായിരുന്നു. അമ്മയുടെ സ്വഭാവം മാധവന് നന്നായിട്ട് അറിയായിരുന്നു. എങ്കിലും നല്ല നേരം നോക്കി മാധവൻ അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യം അവതരിപ്പിച്ചു. വളരെ വാത്സല്യത്തോടു കൂടി മാധവനെ തഴുകിക്കൊണ്ട് അമ്മ പറഞ്ഞു, മോനെ, നടക്കില്ല. ഇവിടം വിട്ട് നീ ദൂരദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെ ജീവിച്ച് വലിയ ഡോക്ടറൊന്നും ആവണ്ട. നീ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ കൂടിക്കോളൂ, പുറത്തുനിന്ന് അയക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അമ്മ ഡിക്ലെയർ ചെയ്തു. മാധവന് വേറെ വഴിയില്ല. അമ്മ അനുസരിക്കുക അല്ലാതെ മാധവൻ ഇതുവരെ ഒന്നും ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല. മാധവൻ്റെ സ്വപ്നങ്ങളൊക്കെ മാധവൻ ഒരു പെട്ടിയിൽ പൂട്ടിവെച്ച് വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു നഴ്സിംഗ് ഹോം തുടങ്ങി. ഒരു സൈക്കിളെടുത്ത് ആ ഗ്രാമത്തിലൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. വസൂരിക്ക് വാക്സിൻ കൊടുക്കുക, വല്ലയിടത്തും വല്ല കോളറയോ ടൈഫോയിഡോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ വരുന്ന രോഗികളെ നോക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളതായിരുന്നു മാധവൻ്റെ രീതി. അപ്പോൾ വീട്ടിൽ വരുന്നത് ആരാണ്? ഈ കല്യാൺപുര എന്നതൊരു മത്സ്യബന്ധന ഗ്രാമമാണ്. പുരുഷന്മാരൊക്കെ രാവിലെ വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോകും. സ്ത്രീകൾ അവരുടെ വളരെ മെലിഞ്ഞുണങ്ങിയ അതിദരിദ്രരായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു അത്. അപ്പോൾ വളരെ മെലിഞ്ഞുണങ്ങി പട്ടിണി കിടന്ന് പരിവട്ടമായിട്ടുള്ള സ്ത്രീകൾ അവരെക്കാൾ ശോഷിച്ച കുഞ്ഞുങ്ങളെ മുഖത്ത് വെച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് വരുന്നത്. വയറിളക്കം, പനി, മൂക്കൊലിപ്പ്, ജലദോഷം, ഇതൊക്കെയാണ് സാധാരണ ഡോക്ടർക്ക് വരുന്ന രോഗലക്ഷണങ്ങളുമായിട്ട് വരുന്ന രോഗികൾ. ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഡോക്ടർ നിന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് അദ്ദേഹത്തിനോ കാര്യമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഡോക്ടർക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് പ്രാക്ടീസ് വരണമെങ്കിൽ ധാരാളം പൈസയൊക്കെയുള്ള സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിലൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഡോക്ടർക്ക് നന്നായി പ്രാക്ടീസൊക്കെ കിട്ടുക, കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരിക. എന്നാൽ അതിനാണെങ്കിൽ അമ്മ ഈ സ്ഥലം വിട്ടു പോകാൻ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഡോക്ടർക്ക് ആകെയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് കുറച്ച് അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ അവർ വളരുന്നതോടൊപ്പം അദ്ദേഹവും വളരുക എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. 3 കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ കഷ്ടപ്പെടുന്നത്, ഏറ്റവും പിന്നോക്കത്തിൽ നിൽക്കുന്നത്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം. ഈ 3 കാര്യങ്ങളിൽ തന്നെ സാമ്പത്തികമാണ് അവരെ കുഴക്കുന്ന പ്രധാന പ്രശ്നം. അത് ആദ്യം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ തന്നെത്താൻ ശരിയായിക്കൊള്ളും എന്ന് അദ്ദേഹത്തിന് തോന്നിയ ആ മൊമെൻ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ യുറേക്ക മൊമെൻറ്റ്. അദ്ദേഹം പിന്നീട് അവിടെ വരുന്ന അമ്മമാരോടൊക്കെ ധാരാളം സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ ആ കുട്ടി ഒന്ന് നോക്കൂ, എങ്ങനെ അതിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇതും വളർന്ന് അതിൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയൊക്കെ ആയിത്തീരണമെന്നാണോ നിങ്ങൾ വിചാരിക്കണത്? അപ്പോൾ അവസ്ഥ ജീവിത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ പോയിട്ട് കിട്ടുന്ന മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഞ്ചിയിൽ കൊണ്ടുവരും. അമ്മ അതൊക്കെ തരംതിരിച്ച് കൊട്ടയിലാക്കി കൊണ്ടു നടന്ന് വിറ്റ് എന്തെങ്കിലും പൈസ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പൈസ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അച്ഛൻ അത് പിടിച്ച് പറിച്ച് പോയി കള്ളു കുടിക്കും, അമ്മയെ തല്ലും, മക്കളെ തല്ലും. ഇതൊക്കെയാണ് വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെ വളരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ?
അമ്മമാർ പറയും ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ പറ്റുക ഡോക്ടറെ. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറേശ്ശെ പൈസ സമ്പാദിക്കൂ, കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഡോക്ടറെ പട്ടിണി മാറ്റാൻ പറ്റുന്നില്ല, പിന്നെ എന്തിങ്ങനെ ഈ പൈസ സമ്പാദ്യമൊക്കെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ദിവസം 2 അണ അല്ലെങ്കിൽ 4 അണ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ? കാലം 1925. അപ്പോൾ അമ്മമാരാലോചിച്ച് കഴിഞ്ഞപ്പോൾ സംഗതി ബുദ്ധിമുട്ടാണ്, എങ്കിലും നല്ലൊരു കാര്യമാണ്, മക്കൾക്ക് വേണ്ടിയല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അമ്മമാർ പതുക്കെ പതുക്കെ അങ്ങനെ 2 അണ 4 അണ ഒക്കെ മിച്ചം വെച്ച് ഡോക്ടർ പറഞ്ഞിരുന്നു അത് എനിക്ക് കൊണ്ടുവന്നവരും ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം, നിങ്ങളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടും. അവരങ്ങനെ കുറേശ്ശെ 2 അണയും 4 അണയൊക്കെ ആയിട്ട് ഡോക്ടർ കൊടുക്കാൻ തുടങ്ങി. ഡോക്ടർ അവർക്കൊക്കെ ഓരോ കൈപ്പുസ്തകം കൊടുത്തു, ഒരു രജിസ്റ്റർ ഡോക്ടറും സൂക്ഷിച്ചു. ഈ വരുന്ന ആളുകളുടെയൊക്കെ കൈപ്പുസ്തകത്തിൽ അദ്ദേഹം അവർ കൊണ്ടുവരുന്ന പൈസയുടെ കണക്കെഴുതി കൊടുക്കും. ഡോക്ടർ രജിസ്റ്ററിൽ ആ പൈസ വരവ് വയ്ക്കുകയും ചെയ്യും അവരുടെ പേരിൽ. വളരെ പെട്ടെന്ന് തന്നെ ആ ഗ്രാമത്തിലെ എല്ലാ അമ്മമാരും ഡോക്ടറുടെ ഈ സമ്പാദ്യ പദ്ധതിയിൽ അംഗമായി. രാജ്യത്തെ ആദ്യത്തെ പിഗ്മി ഡെപ്പോസിറ്റ് സ്കീം അങ്ങനെ മാധവൻ തുടങ്ങുകയായിരുന്നു. അത് വലിയ വിജയമായി. ഈ സംഗതി വളരെ താമസിയാതെ തന്നെ 1000 രൂപയോളം ഡോക്ടറുടെ കയ്യിൽ വന്നു. 1000 രൂപ 1925 ഇന്നത്തെ ലക്ഷങ്ങളുടെ വിലയുണ്ട്. ഡോക്ടർ അപ്പോൾ തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി. വരുന്ന അമ്മമാരോടൊക്കെ ഡോക്ടർ പറഞ്ഞു തുടങ്ങി, മക്കളെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇവർക്ക് വയറിളക്കം, പനി, മൂക്കൊലിപ്പ്, ജലദോഷം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം അവന് പോഷകാഹാരം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് പോഷകാഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാവിലെയും വൈകുന്നേരം ഓരോ വലിയ ഗ്ലാസ് നല്ല പാല്, പശുവും പാല് കുട്ടിക്ക് കൊടുക്കൂ. അമ്മമാർ കൈമലർത്തി. പശുവും പാല് പോയിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിതം. പിന്നെ എങ്ങനെ ഇതൊക്കെ പറ്റും? ഡോക്ടർ പറഞ്ഞു പറ്റും, നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. ഡോക്ടർ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ച് നമ്മൾ എങ്ങനെ തിരിച്ചു തരും ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞു പൈസ നിങ്ങൾ തിരിച്ച് തരണ്ട, നിങ്ങൾ പശുവിനെ വാങ്ങുക, കറക്കുക, കാലത്തും വൈകിട്ടും ഓരോ വലിയ ഗ്ലാസ് പാല് നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുക, കുറച്ച് പാല് നിങ്ങളും കുടിക്കുക, ബാക്കി വരുന്ന പാല് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നോളൂ, ആ പാലിൻ്റെ റേറ്റ് ഞാൻ നിങ്ങളുടെ കടത്തിൻ്റെ തിരിച്ചടവിലേക്കായി വരവ് വെച്ചുകൊള്ളാം. നല്ലൊരു ഐഡിയ ആയിട്ട് അമ്മമാർക്ക് തോന്നി. ഡോക്ടർ 1000 രൂപയുടെ മൂലധനത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അമ്മമാരങ്ങനെ പശുവിനെ വാങ്ങി പണം തിരിച്ചടയ്ക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ഇത് പിന്തുടർന്നു. ആ മനുഷ്യൻ്റെ പേരാണ് ടോൺസെ മാധവ അനന്തപൈ എന്ന ഡോക്ടർ TMA പൈ. അങ്ങനെ അപ്പോൾ ഡോക്ടർ പൈക്ക് ആവശ്യമുള്ള പാലിനേക്കാൾ ധാരാളം പാല് വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പൈ വളരെ ഇമ്മീഡിയറ്റായിട്ട് നോർത്ത് കാനറ മിൽക്ക് കോഓപ്പറേറ്റീവ് എന്ന ആദ്യത്തെ ഒരു പാൽ സൊസൈറ്റി അവിടെ തുടങ്ങുകയാണ്. അത്ഭുതാവഹമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട്. അമ്മമാരുടെ കൈ കുഞ്ഞുങ്ങൾക്കൊക്കെ ആരോഗ്യം വന്നു, അമ്മമാരുടെ കയ്യിൽ അത്യാവശ്യം പൈസ വന്നു, കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. കൂടുതൽ പൈസ അവർ ഡോക്ടർ പൈയുടെ കയ്യിൽ നിക്ഷേപമായിട്ട് കൊടുത്തു തുടങ്ങി. ഡോക്ടർ പൈ പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല. കല്യാൺപുരയ്ക്കടുത്ത് ഒരു നദീതീരത്ത് മണ്ണപള്ള എന്നൊരു സ്ഥലം, മണ്ണപള്ള തുളു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചളിക്കുണ്ട് എന്നാണ് അർത്ഥം. മണ്ണപള്ള എന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങി അദ്ദേഹം അവിടെ ഒരു ബാങ്കിങ് സ്ഥാപനം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഉപേന്ദ്ര പൈയും അതിനെ സഹായിച്ചിരുന്നു. ആ ബാങ്കിങ് സ്ഥാപനമാണ് കാനറ ഇൻഡസ്ട്രിയൽ ആൻഡ് ബാങ്കിങ് സിൻഡിക്കേറ്റ്. ആ ബാങ്കിങ് സ്ഥാപനം അതിവേഗം വളർന്നു. മണ്ണപള്ള പിന്നീട് മണിപ്പാൽ എന്നറിയപ്പെട്ടു. കാനറ ഇൻഡസ്ട്രിയൽ ആൻഡ് ബാങ്കിങ് സിൻഡിക്കേറ്റ് പിന്നീട് സിൻഡിക്കേറ്റ് ബാങ്കായി മാറി. രാജ്യത്തെ 6ാമത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായി സിൻഡിക്കേറ്റ് ബാങ്ക് വളർന്നു. അതുമാത്രമല്ല അതിൻ്റെ പ്രാധാന്യം, മറ്റ് ബാങ്കുകളൊക്കെ വലിയ നഗരങ്ങളിൽ ഹെഡ് ഓഫീസുകൾ തുറന്നപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഹെഡ് ഓഫീസ് സ്ഥാപിച്ച് സാധാരണക്കാരുടെ വളരെ ചെറിയ തുച്ഛമായ 4 അണയിൽ തുടങ്ങുന്ന നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളർന്ന ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക്. മറ്റ് ബാങ്കുകൾക്ക് 5 രൂപ മിനിമം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന കാലത്ത് മേജർ ബാങ്കുകൾക്കെല്ലാം 5 രൂപയായിരുന്നു ഡെപ്പോസിറ്റ്. അന്ന് ഡോക്ടർ പയ്യുടെ ബാങ്കിന് 4 അണയായിരുന്നു മിനിമം ഡെപ്പോസിറ്റ്. അങ്ങനെ സാധാരണക്കാരിൽ നിന്ന് ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് അത് അവരുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടി തിരിച്ച് ചെലവിട്ട് അദ്ദേഹത്തിൻ്റെ ബാങ്കിങ് സ്ഥാപനവും ആളുകളും നന്നായി. അദ്ദേഹം നെയ്ത്തുശാലകൾ സ്ഥാപിച്ചു, അനാഥാലയങ്ങൾ തുറന്നു. അന്ന് ഇന്ത്യയിലെ മനുഷ്യായുസ് എന്ന് പറയുന്നത് 27 വയസ്സാണ്. അനാഥാലയങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്കൂളുകൾ തുടങ്ങി. സ്കൂളുകൾ പിന്നീട് വളർന്ന് കോളേജുകളായി. മണിപ്പാൽ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് സ്ഥാപിക്കപ്പെട്ടു. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. മിഷണറിമാരല്ലാത്തവരാൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് കസ്തൂർബ മെഡിക്കൽ കോളേജ് തുടങ്ങി. സ്ഥാപനങ്ങൾ വളർന്നു. മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻസ് ഇന്ന് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്.
ഡോക്ടർ പൈയുടെ പേര് റിപ്ലേസ് ബിലീവ് ഇറ്റ് ഓർ നോട്ടിൽ ഒരു മനുഷ്യായുസിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കപ്പെട്ട ആളെന്ന നിലയിൽ ഇടം നേടിയിട്ടുമുണ്ട്. അതിങ്ങനെ വലിയ കഥകളുള്ള ഒരാളാണ് ഡോക്ടർ ടോൺസെ മാധവാനന്ദ പൈ എന്ന TMA പൈ. ഈ കഥ അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു വാൽക്കഷ്ണം കൂടി പറയേണ്ടതുണ്ട്. ഡോക്ടർ പൈ ഒരിക്കലും ഒരു ബിസിനസ്സുകാർ ഇങ്ങോട്ട് കടം ആവശ്യപ്പെട്ട് വന്ന് അദ്ദേഹത്തിനെ സമീപിക്കാൻ നിന്നിരുന്നില്ല. പലപ്പോഴും അദ്ദേഹം നല്ല ബിസിനസ്സുകാരെ അങ്ങോട്ട് ചെന്ന് കണ്ട് പണം ഓഫർ ചെയ്ത് കടം കൊടുക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി യാത്രകൾ ചെയ്തിരുന്നപ്പോൾ ബോംബെയിൽ വെച്ച് ഒരു ട്രേഡറെ പരിചയപ്പെട്ടു. ആ ട്രേഡർക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. അത് ഈ നൈലോൺ യാൺ ഇറക്കുമതി ചെയ്യാൻ. പക്ഷേ കടം വാങ്ങാനായിട്ട് ഈട് നൽകാനായിട്ട് ജാമ്യമോ ഈടോ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പൈ അദ്ദേഹത്തിന് പണം കടം കൊടുത്തു. നൈലോൺ യാൺ ഇറക്കുമതി ചെയ്തു. വളരെ നല്ല ഒരു കച്ചവടമായി മാറിയത്. കടം തിരിച്ചു കൊടുത്തു. പിന്നീട് വീണ്ടും എപ്പോഴൊക്കെ ഇറക്കുമതിക്ക് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം ബാങ്കിനെ സമീപിക്കുകയും ഡോക്ടർ പൈ ബാങ്കിൽ നിന്ന് കടം കൊടുക്കുകയും ചെയ്തു. നൈലോൺ യാൺ മാറി പിന്നെ ഫിലമെൻ്റ് യാണായി. ഇങ്ങനെ യാണുകൾ ധാരാളം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കച്ചവടമൊക്കെ നല്ല നിലയിൽ പോകുന്നുണ്ടെങ്കിലും ഡോക്ടർ പൈ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഈ യാണുകൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ കഷ്ടപ്പെട്ട് വ്യവസായം കൊണ്ട് നടക്കുന്നതാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ യാണൊക്കെ ഇവിടെ തന്നെ നിർമ്മിച്ചുകൂടാ? അപ്പോഴേക്കും കാലം മാറി. 1960കളുടെ തുടക്കമാണ്. ലൈസൻസ് രാജാണ് രാജ്യത്ത്. എന്തിനും ഏതിനും ലൈസൻസ് വേണം. ആ ലൈസൻസ് കിട്ടാനുള്ള നൂലാമാനകളൊക്കെ വളരെ കഠിനവുമായിരുന്നു. അപ്പോൾ ആ ട്രേഡർ പറഞ്ഞു, ഇതാണ് അവസ്ഥ, നമുക്ക് ലൈസൻസൊക്കെ കിട്ടണമെങ്കിൽ ഡൽഹിയിലൊക്കെ വലിയ പിടിപാട് വേണം, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് സാർ എന്ന്. നിങ്ങൾ വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ട്രേഡറെയും കൂട്ടി ഡോക്ടർ പൈ ഡൽഹിയിലെത്തി. അപ്പോൾ ഡൽഹിയിൽ ഡോക്ടർ പ്രണാബ് മുഖർജി ഡോക്ടർ പൈയുടെ അടുത്ത സുഹൃത്താണ്. പ്രണാബ് മുഖർജി ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വലങ്കയ്യുമാണ്. അപ്പോൾ എന്തിനു പറയുന്നു, വളരെ പെട്ടെന്ന് തന്നെ ട്രേഡർക്ക് ഇറക്കുമതി ലൈസൻസ് കിട്ടി. അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ വളരെ പെട്ടെന്ന് വളരാൻ തുടങ്ങി. ആ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. ആ ട്രേഡറുടെ പേരാണ് ധീരജ് ലാൽ ഹീരാചന്ദ് അംബാനി എന്ന ധീരുഭായ് അംബാനി. ഡോക്ടർ പൈ ജാമ്യമില്ലാതെ കൊടുത്ത 2 ലക്ഷം രൂപ കൊണ്ട് സ്ഥാപിച്ച സാമ്രാജ്യമാണ് റിലയൻസ് എന്നുള്ളത്. അത് ധീരുഭായ് അംബാനി തന്നെ ഡോക്ടർ പൈയുടെ ഫ്യൂണറൽ സമയത്ത് നടന്ന ഒരു അനുസ്മരണ ചടങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. ധീരുഭായ് അംബാനി ജീവിച്ചിരുന്നിടത്തോളം കാലം റിലയൻസിൻ്റെ ഡയറക്ടർ ബോർഡിൽ എന്നും ഡോക്ടർ പൈയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളും അംഗമായിരുന്നു. 1979 മെയ് 29 ഡോക്ടർ പൈ അന്തരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നൊരു പാഠമുണ്ട്. നല്ല അവസരങ്ങൾ നോക്കി കാത്തിരിക്കുന്നതിലല്ല ജീവിത വിജയം. എന്തവസരങ്ങളാകട്ടെ കയ്യിൽ കിട്ടുന്നത് അത് ഫലപ്രദമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏതവസരങ്ങളെയും വലിയ വിജയമാക്കി തീർക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ പൈ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.